തീരത്ത് പ്രത്യേകിച്ച് കോഴിക്കോട് തീരത്തു നിന്നും ഏകദേശം 144 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഉൾക്കടലിൽ വാൻഹായ് 503 എന്ന സിംഗപ്പൂർ പതാകയുള്ള ചരക്ക് കപ്പലിന് തീപിടിച്ചത് വലിയ ആശങ്ക ഉയർത്തുകയാണ്. കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോകുകയായിരുന്ന ഈ കണ്ടെയ്നർ കപ്പലിലെ 22 ജീവനക്കാരിൽ 18 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും 4 പേരെ ഇപ്പോഴും കാണാനില്ല. ഈ അപകടം കഴിഞ്ഞ ഒരു മാസത്തിനിടെ കേരള തീരത്ത് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കപ്പൽ അപകടമാണ്. തുടർച്ചയായ ഈ സംഭവങ്ങൾ ഇത് കേവലം സാങ്കേതിക തകരാറുകളാണോ അതോ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഏതെങ്കിലും ബാഹ്യശക്തികളുടെ നീക്കമാണോ എന്ന ഗുരുതരമായ ചോദ്യവും ഉയരുകയാണ്. കപ്പലിന്റെ ഡെക്കിൽ ഒരു സ്ഫോടനം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായത്. കണ്ടെയ്നറുകൾക്കാണ് തീപിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ചൈനീസ്, മ്യാൻമർ, ഇന്തോനേഷ്യ, തായ്ലാന്റ് സ്വദേശികളടക്കം 22 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. അപകട വിവരം അറിഞ്ഞയുടൻ ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. INS സത്ലജ് ഉൾപ്പെടെയുള്ള നാവികസേനാ കപ്പലുകളും ഹെലികോപ്റ്ററുകളും ദുരന്ത സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. MV1 മാർവൽ എന്ന കണ്ടെയ്നർ ഷിപ്പാണ് 18 പേരെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത്. കാണാതായ 4 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ 2 തായ്വാൻ പൗരന്മാരും ഒരു ഇന്തോനേഷ്യൻ പൗരനും ഒരു മ്യാൻമർ പൗരനുമാണുള്ളത്. 5 ജീവനക്കാർക്ക് തീപിടുത്തത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കപ്പലിൽ ഏകദേശം 500ഓളം കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇവയിൽ ചിലത് തീപിടിക്കാൻ സാധ്യതയുള്ളതും അപകടകരമായ വസ്തുക്കളാണോ എന്ന് സംശയവും ഉയരുകയാണ്. 20 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചതായും റിപ്പോർട്ടുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കപ്പൽ നിലവിൽ മുങ്ങിയിട്ടില്ല. കപ്പലിലെ ക്യാപ്റ്റൻ അടക്കമുള്ള ചില ജീവനക്കാർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണെന്നും വിവരമുണ്ട്. കഴിഞ്ഞ മാസം കൊച്ചി തീരത്ത് സമീപം പ്രതികൂല കാലാവസ്ഥയിൽ ഒരു കപ്പൽ മുങ്ങിയതിന് പിന്നാലെയാണ് ഈ പുതിയ തീപിടുത്തം. ഇത്തരം തുടർച്ചയായ കപ്പൽ അപകടങ്ങൾ ജനങ്ങളിലും സുരക്ഷാ ഏജൻസികളിലും വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇത് കേവലം സാങ്കേതിക തകരാറാണോ അതോ ഇന്ത്യയുടെ സമുദ്ര വ്യാപാരത്തെയും സുരക്ഷയെയും ലക്ഷ്യം വെച്ചുള്ള ഏതെങ്കിലും ബാഹ്യശക്തികളുടെ നീക്കമാണോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമാണ്. സാധാരണയായി കപ്പൽ അപകടങ്ങൾക്ക് പിന്നിൽ സാങ്കേതിക തകരാറുകൾ അല്ലെങ്കിൽ മനുഷ്യപരമായ പിഴവുകൾ, പ്രതികൂല കാലാവസ്ഥ അല്ലെങ്കിൽ ചരക്കിന്റെ സ്വഭാവം എന്നിവയാവും കാരണമാകുന്നത്. എന്നാൽ ഇന്ത്യൻ തീരത്ത് തുടർച്ചയായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒരു സാധാരണ സംഭവമായി കാണാൻ കഴിയില്ല എന്നതാണ് നിരീക്ഷകരുടെ അഭിപ്രായം. കടൽ മാർഗമുള്ള ഭീഷണികളാണോ ഇത് എന്ന സംശയവും ഇതിൽ ഉയരുകയാണ്. എങ്കിൽ ആരാണ് ഇതിന് പുറകിലുള്ള ശത്രു എന്നതും ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ഇന്ത്യക്ക് വലിയൊരു തീരപ്രദേശമുള്ളതിനാൽ കടൽ മാർഗമുള്ള ഏതൊരു ഭീഷണിയും രാജ്യത്തിന്റെയും സുരക്ഷയുടെയും സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ ഒരു യുദ്ധസൂചനയോടെ അട്ടിമറിയുടെയോ സാധ്യതകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾക്ക് കടൽ മാർഗം വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും ആക്രമണങ്ങൾ നടത്താനും ശ്രമിച്ച ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് 2008 മുംബൈ ഭീകരാക്രമണം. ഇത്തരം സംഘർഷങ്ങൾക്ക് കപ്പൽ ഗതാഗതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ചില അയൽ രാജ്യങ്ങളും സമുദ്രമേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കും. എന്നാൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ഇത്തരം നീക്കങ്ങൾ ഗുരുതരമായ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ ശക്തമായ തെളിവുകൾ ഇല്ലാതെ ഇത് ഉറപ്പാക്കാനുമാവില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘടനയ്ക്ക് ബന്ധമുണ്ടെന്ന് സംശയവും ഉയരുകയാണ്. ലഹരി മരുന്ന്, ആയുധക്കടത്ത് നടത്തുന്ന ക്രിമിനൽ സംഘടനയുടെ പ്രവർത്തനങ്ങളും ചിലപ്പോൾ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. നിലവിൽ കൊച്ചിയിലെ കപ്പൽ തീപിടുത്തം ഒരു ശത്രു രാജ്യത്തിന്റെ നേരിട്ടുള്ള ആക്രമണമാണെന്ന ഔദ്യോഗികമായ ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും ഈ അപകടത്തെക്കുറിച്ചുള്ള സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യമാണ്. യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തുകയും വേണം. അത് അപകടങ്ങളാണോ അതോ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനകളാണോ എന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ഈ വിഷയത്തിൽ ദുരൂഹതകൾ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം.